ജൈനമ്മയുടെ വിഷയത്തിലേക്ക് വന്നാൽ അഖിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അഖിൽ, ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലൊക്കെ ഒരുപാട് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. നമുക്കറിയാം, ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യനിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഈ ജൈനമ്മയുടെ ഫോണ് സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്യുന്നു. ഇവരുടെ ആഭരണങ്ങളടക്കം പണയം വയ്ക്കുന്ന ഘട്ടത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലാവുന്നതും പിന്നീട് ഈ തെളിവെടുപ്പുകളും അടക്കം നടക്കുന്ന നിർണായക അന്വേഷണത്തിന്റെ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അത് എത്രത്തോളം നിർണായകമാണ്? റോഷി, ഈ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് അതായത് 4 സ്ത്രീകൾ തിരോധാനത്തിൽ സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ ഈ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചിരുന്നത് ജൈനമ്മയുടെ കേസിലാണ്. അതായത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വർഷം 2024 ഈ കാണാതായെന്നൊരു പരാതി ലഭിക്കുന്ന പോലീസ് അന്വേഷിച്ചു. ഏറ്റുമാനൂർ പോലീസ് അന്വേഷിച്ചു. ഏറ്റുമാനൂർ പോലീസിന്റെയും പ്രധാന സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്നത് ഈ സെബാസ്റ്റ്യൻ തന്നെയായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യനിലേക്ക് എത്താൻ പോലീസിനോട് കഴിഞ്ഞിരുന്നില്ല. അതിങ്ങനെ മുട്ടി നിൽക്കും. ആ സമയത്താണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഈ വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിലും ഈ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനിലേക്ക് എത്തിയിരുന്നു. പക്ഷേ സെബാസ്റ്റ്യനെ നിരന്തരമായി സെബാസ്റ്റ്യന്റെ ഫോൺ ടവർ ലൊക്കേഷനുകൾ നിരന്തരമായി ക്രൈംബ്രാഞ്ച് ഫോളോ ചെയ്തു വന്നു. ആ ഘട്ടത്തിലാണ് പലപ്പോഴും ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഓൺ ആകുമ്പോൾ അവിടെ ആ ലൊക്കേഷനിൽ സെബാസ്റ്റ്യന്റെ ടവർ ലൊക്കേഷൻ കൂടി കണ്ടെത്തിയിരുന്നു. പിന്നെ ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു സെബാസ്റ്റ്യൻ ഈ ഒരു ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് എത്തുകയും അവിടെ വെച്ചുകൊണ്ട് ഈ മൊബൈൽ ചാർജ് ചെയ്യുകയും ചെയ്യുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതാണ് കേസിൽ നിർണായകമായത്. പിന്നാലെയാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ആലപ്പുഴയിൽ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. അതേസമയത്ത് ഏറ്റുമാനൂരിലെ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ ആലപ്പുഴയിലെ വീട്ടിൽ നിന്നും അസ്ഥികൂടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. 7 ദിവസം ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി. പക്ഷേ 7 ദിവസം കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴും സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലോട് ഒരു നിസ്സഹകരണമാണ് സെബാസ്റ്റ്യൻ നടത്തിയത്. അതായത് ഓരോ ഘട്ടത്തിൽ ഇപ്പോഴും ഉത്തരം ലഭിക്കുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും അതായത് കൃത്യമായി അന്വേഷണ സംഘത്തെ അളത്തു മുറിച്ചുകൊണ്ടുള്ള മറുപടികളാണ് സെബാസ്റ്റ്യൻ നൽകിയിരുന്നത്. പിന്നീട് സെബാസ്റ്റ്യൻ ഈ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചു എന്ന് കണ്ടെത്തി. അത് ആദ്യം പണയം വെച്ച സഹകരണ മേഖല പിന്നീട് തിരിച്ചെടുത്ത വിൽപ്പന നടത്തിയ ജ്വല്ലറിയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി. ഈ വാങ്ങിയ പണം, അതായത് ഈ സ്വർണം റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പണയം വിറ്റ് വാങ്ങിയ പണം, ആ പണം എന്ത് ഉപയോഗിച്ചു എന്ന ഫ്രിഡ്ജ്, അതായത് ഈ ചേർത്തലയിൽ ഒരു കടയിൽ നിന്നും ഫ്രിഡ്ജ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ സെബാസ്റ്റ്യൻ ആ കടയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അതിനിടയിലാണ് സെബാസ്റ്റ്യന്റെ വീടിന് മുൻപിൽ ഒരു ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ കുറച്ചു കാലമായി ഉപയോഗിക്കാത്ത സെബാസ്റ്റ്യന്റെ ഭാര്യ വീടിന് മുൻപിൽ ഏറ്റുമാനൂർ വീടിന് മുൻപിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ട്. ഈ കാറിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അതിൽ നിന്നുമാണ് ആയുധങ്ങൾ, അതായത് ഒരു ചുറ്റികയും കത്തിയും ഒപ്പം തന്നെ 20 ലിറ്ററിന്റെ ഒരു കാലി കന്നാസാണ് എങ്കിൽ പോലും അതും കണ്ടെത്തുന്നത്. പക്ഷേ ഇത് ഈ തിരോധാനവുമായി അല്ലെങ്കിൽ ജൈനമ്മയെ അപായപ്പെടുത്തിയെന്ന ക്രൈംബ്രാഞ്ച് കരുതുന്നത് അതിലേക്ക് ആ ഘട്ടത്തിലേക്ക് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കന്നാസ് നമുക്കറിയാം, ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുമ്പോഴും അല്ലാതെ മറ്റു ചില വാച്ചടക്കം കണ്ടെത്തിയപ്പോഴൊക്കെ കരിഞ്ഞ നിലയിലായിരുന്നു, കത്തിച്ച നിലയിലായിരുന്നു. അതിന് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചത് ഈ കന്നാസ് ആയിരിക്കാം എന്നൊരു വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. അത്തരത്തിലുള്ള ഘട്ടങ്ങൾ കിട്ടുന്നു. ഇനി ഈ കേസിൽ നിർണായകമാവുന്നത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ, അതായത് ഈ അസ്ഥികൂടം കണ്ടെത്തുന്നതിലേക്കും സെബാസ്റ്റ്യനിലേക്കും ഒക്കെ എത്തിച്ചത് ഈ ജൈനമ്മയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ആയിരുന്നു. ആ മൊബൈൽ ഫോൺ എവിടെയെന്ന് കണ്ടെത്താൻ ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. പക്ഷേ ആ ചോദ്യം ചെയ്യലോടൊന്നും തന്നെ സെബാസ്റ്റ്യൻ ഒരു നിസ്സഹകരണമാണ്. അതായത് ഈ ഫോൺ എവിടെ നോക്കുമ്പോൾ തന്റെ കയ്യിൽ ഫോണില്ല എന്നൊരു മറുപടിയാണ് സെബാസ്റ്റ്യൻ നൽകുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യുമ്പോഴും ഇത് താനൊന്നുമല്ല അല്ലെങ്കിൽ തന്റെ കയ്യിൽ ഈ ഫോണില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന അന്വേഷണത്തെ വഴിമുട്ടിക്കുന്ന നടപടിയാണ്. ആദ്യം 7 ദിവസം ചോദിച്ചു, പിന്നീടാണ് പിന്നെയും 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഇനി ഈ കേസിൽ നിർണായകമായി മൊബൈൽ ഫോൺ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അസ്ഥികൂടം ആരുടേതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ അസ്ഥികൂടം സ്ഥിരീകരിക്കുന്ന ഏറ്റവും ആദ്യം ഈ സാമ്പിൾ പരിശോധന DNA സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത് ജൈനമ്മയുടേതാണ്. ജൈനമ്മയുടെ സഹോദരന്മാരുടെ സാമ്പിൾ പരിശോധനയാണ് എടുത്തിരിക്കുന്നത്. അത് കോടതി വഴി കൃത്യമായി പരിശോധന നടത്താൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിശോധനാ ഫലം ഒരാഴ്ചയിലധികം സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ പരിശോധനാ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ജൈനമ്മയുടേതാണെങ്കിൽ ജൈനമ്മയെ അപായപ്പെടുത്തി എന്ന് ഉറപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയും. നിലവിൽ ഇപ്പോൾ ഒരു നിഗമനം മാത്രമാണത്. കാരണം ഈ 4 തിരോധാനമായാലും ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു, അതായത് ഈ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ള. അപ്പോൾ അത് ഈ DNA പരിശോധന ഫലം വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചില്ല എങ്കിൽ പോലും കൃത്യമായി സെബാസ്റ്റ്യനെ പൂട്ടാനുള്ള തെളിവുകൾ കോടതിക്ക് മുൻപിൽ തെളിവുകളാണ് പ്രധാനം. അപ്പോൾ ആ തെളിവുകൾ കൃത്യമായി നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ സെബാസ്റ്റ്യനെ പല ദിവസവും കാണുന്നതാണ്, നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു ഭാവ വ്യത്യാസവുമില്ല, മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഈ തെറ്റ് ചെയ്തതിൻ്റെ ഒരു ജാളിതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെബാസ്റ്റ്യന്റെ മുഖത്ത് വരുന്നില്ല. സാധാരണ രീതിയിൽ തന്നെ പെരുമാറുന്നു. കോടതിയിൽ എത്തുമ്പോൾ കോടതിയോട് ചോദിക്കുമ്പോൾ കോടതിയോട് പോലും വളരെ സാധാരണ രീതിയിൽ മറുപടി പറയുന്നു. ഒരു നിസ്സഹായനായ അവസ്ഥയിലാണ്. എനിക്ക് വക്കീലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് തനിക്ക് വക്കീല് ഇല്ല, കോടതിയോട് നിർത്തണം, ഇപ്പോൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ല, തനിക്ക് എന്തെങ്കിലും ആവശ്യമാകുമ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ച് തന്നെ ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെ പറയുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണത്തോടും സെബാസ്റ്റ്യൻ പോരുന്നത്. എന്നാലും ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് കുറ്റം സമ്മതിച്ചില്ല എങ്കിൽ പോലും കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. കുറ്റം സമ്മതിച്ചില്ലെങ്കിലും സെബാസ്റ്റ്യനെ പൂട്ടണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു വിലയിരുത്തലുകളും സൂചനകളും എല്ലാം മാറി അത് നിഗമനങ്ങളിലേക്കും സ്ഥിരീകരണങ്ങളിലേക്കും എത്തണമെങ്കിൽ മാത്രമേ ഈ നിസ്സഹകരണം തുടരുന്ന ഒരു പ്രതിയിൽ നിന്ന് ഒരു കുറ്റസമ്മതം പ്രതീക്ഷിക്കുന്നില്ല അന്വേഷണ സംഘം. പക്ഷേ അവർക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കണം.